വിഘ്നേശ്വര, വിഘ്നങ്ങളൊക്കെ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്താ വിശേഷിച്ച്? എല്ലാരും ഉണ്ടല്ലോ. കുട്ടികൾക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നിരിക്കാ. ശ്രീമംഗലത്ത് അവിടെ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. നന്നായി പ്രാർത്ഥിച്ചില്ലേ? നയന, ഇവൾക്ക് സെലക്ഷൻ ഉറപ്പാ. നയന CV, ഒന്ന് മാറിക്കേ. സർ, ഇത് ഓഫീസ് സ്റ്റാഫിനുള്ള ഇന്റർവ്യൂ. പുറം പണിക്ക് നാളെ. ആ കുട്ടിയുടെ ഫയൽ തരൂ. നിന്റെ പേരെന്താണ്? ഇന്ദു. മോളുടെ പേരെന്താണ്? വത്സ. വത്സ. അങ്ങോട്ട് വന്നേ. ആ സാരി എടുത്തോണ്ട് വരണ്ട, ചുരിദാർ ഇട്ടിട്ട് മാത്രം വന്നാൽ മതി. വാ. ഇയാളുടെ പേരെന്താ? ജലജ. ഞാൻ വരുന്നതിന് മുമ്പ് നിന്നോട് ഇന്റർവ്യൂ ചെയ്യാൻ ആര് പറഞ്ഞു? ഇത് ഓഫീസ് സ്റ്റാഫാ. ഞാൻ ഇന്റർവ്യൂ ചെയ്താൽ ശരിയാവുള്ളൂ. നിനക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള അടുക്കള പണിക്കാർ, തോട്ടുപണിക്കാർ ഇതാപ്പുറത്തുണ്ട്. അത് മാത്രമല്ല, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം അളവെടുക്കാനും യൂണിഫോം തയ്ക്കാനും. അളവെടുക്കാനാ? ഈ അടുക്കള പണിക്ക് എന്തിനാണ് യൂണിഫോം? അത് മുതലാളിക്ക് നിർബന്ധമുണ്ട്. അതുപോട്ടെ, മുതലാളിക്ക് സഞ്ചരിക്കാൻ ബെൻസ് കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഈ തല്ലിപ്പൊളി കാറോടെ കൊണ്ടുവന്നത്. മുതലാളിക്ക് സഞ്ചരിക്കാൻ വേറെ കാറുണ്ട്, ഇത് എനിക്ക് സഞ്ചരിക്കാനുള്ള വണ്ടിയാണ്. നിന്നോട് പറയുന്ന ജോലി നീ ചെയ്താൽ മതി. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച് ഇന്റർവ്യൂ നടത്താം. ഇത് ആദ്യം പറഞ്ഞ പോലെയായിരുന്നു. വന്നേ. ഇവരൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതാണ്. നിനക്ക് വേണമെങ്കിൽ ഇതിന് ഇഷ്ടമുള്ള ഇന്റർവ്യൂ എടുത്തോ. ഇതിന്ന് ഒരു 2 എണ്ണത്തിന് ഞാൻ ഇന്റർവ്യൂ നടത്തിക്കോട്ടെ. ലിതിനെ. ഓ, ഫോൺ വരാൻ കണ്ട നേരം. അമ്പാടിയിലേക്കുള്ള കൃഷ്ണന്റെ വരവ് പോലെ ആണല്ലോ അവന്റെ എഴുന്നള്ളത്ത്. നാടളകിയിരിക്കല്ലേ? ഇളകണ്ട പിന്നെ. നിസാരക്കാരനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ശ്രീമംഗലത്തെ ഏക അവകാശിയല്ലേ, സ്വീകരിക്കണം നമുക്കവനെ കൊട്ടും കൊരവയുമായി. എന്റെ സർക്കാരെ, നമ്മുടെ ഈ നമ്പ്യാർ സാറ് ആളൊരു നീറ്റ് പാർട്ടിയാ. സർക്കാർ എന്ന് പറഞ്ഞാൽ ജീവനാ. സർക്കാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ നമ്പ്യാർ സാറാ. സർക്കാരിന്റെ ലാർജ് വേണോ സ്മോൾ വേണോ? എനിക്ക് വേണ്ട, ഞാൻ നിർത്തി. ഇന്ന് മുതല് ഞാൻ ഡീസന്റാ. ജയിലിൽ മാറ്റടിക്കുന്ന ആളാ ഡീസന്റ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ഡീസന്റ് ആവാൻ പറ്റൂല. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഡീസന്റ് ആവാനൊക്കെ പറ്റും. അതിനെ വിൽ പവർ വേണം, വിൽ പവർ. നിനക്കൊന്നും അത് പറഞ്ഞിട്ടില്ലടാ. എന്നാ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചേർത്ത് തരണം. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന് മുതൽ ഞാൻ നിർത്തിന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? മലയാളത്തിലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഡീസന്റ് ആവാന്ന് വെച്ചാ അതിന് നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? അപ്പൊ ഇതെന്താണ്? ഇതാണ് ഡീസന്റ് റമ്മ. പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയതല്ലേ, വ്യാജൻ ഇറങ്ങാൻ കുറച്ച് വൈകും. ഒഴിയടാ 3 എണ്ണം. എന്നാ ഞാനും ഇന്ന് മുതൽ ഡീസന്റ് ആകാൻ പോവാണ്. ഇത് നിറച്ചു വെച്ചിട്ട് എന്നൊന്ന് ഡീസന്റ് ആക്കി. നീ ഡീസന്റ് ആവോ? കുമാര, ഒരു ദുഃഖം ഉണ്ടെങ്കിലേ സുഖമുള്ളടാ. ഒരു കയറ്റം ഉണ്ടെങ്കിലേ ഒരു ഇറക്കം ഉണ്ടാവൂ. ഒരു നോട്ടുണ്ടെങ്കിലേ ചില്ലറ ഉള്ളൂ. നമ്മളെ പോലെ ജയിലിൽ കിടന്നവരൊക്കെ മഹാമാരാകുമെന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞു. എത്ര ശരിയാണല്ലേ? ലാലാ ലജപത് റായ്, താന്തിയ തോക്കി, ബാലഗംഗാധര തിലകൻ. ഈ ബാലനും ഗംഗാധരനും തിലകനും ഒക്കെ ഒരുമിച്ചാണ് കിടന്നത്. പിന്നെ അതിലെ തിലകനല്ലേ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കണത്. പക്ഷെ ഇവരൊക്കെ മോട്ടിച്ചിട്ടല്ലല്ലോ ജയിലിൽ പോയത്. അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. എടാ കുമാര, നമ്മൾ എത്ര വലിയവരായാലും നമ്മൾ നമ്മുടെ സർക്കാരിനെ മറക്കാൻ പാടില്ല. ആര് തരൂടെ ഇതൊക്കെ നമുക്ക്? ഞാൻ വലിയ പണക്കാരനായ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടി അമ്മ പണയം വെച്ച വീട് ഇന്ന് ജപ്തിയിലിരിക്കുക. അതെനിക്ക് തിരിച്ചെടുക്കണം. നീ എത്ര വരെ പഠിച്ച്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്താ? ഒരു മോൻ 2ാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തേണ്ടി പോകും. വെറുതെ അല്ല എന്റെ അമ്മേനെ പഠിപ്പിക്കാതിരുന്നത്, വീട് പോയാനേ. പക്ഷേ എന്റെ ആഗ്രഹം അതല്ലടാ. എന്റെ ഒരേ ഒരു പെങ്ങൾ നന്ദിനിക്കുട്ടിയുടെ കല്യാണം പട്ടുസാരി ഉടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി സ്വർണ്ണാഭരണ വിഭൂഷയായി കതിർ മണ്ഡപത്തിൽ
സുന്ദരനായ ഒരു രാജകുമാരന് കൈ പിടിച്ചു കൊടുത്ത് ആ നിർത്ത് രാജകുമാരന് കൈ പിടിച്ചു കൊടുക്കാൻ വരട്ടെ. നിന്റെ പെങ്ങളെ കണ്ട് കാണാൻ. താടി മീശം വടിച്ച ഡിറ്റോ ഞാൻ തന്നെ. അപ്പൊ കല്യാണം നടന്നു തന്നെ. ഓടാ, ആ കല്യാണം ഞാൻ നടത്തും. സർക്കാർ ജയിലിൽ വെച്ച് എനിക്കത് എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ കല്യാണം നടത്തും. എങ്ങനെ സർക്കാർ എനിക്ക് തന്ന എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും നീ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തല്ലേ? ആ, നടത്തും. സർക്കാർ എനിക്ക് ആ എസ്റ്റേറ്റ് തരാന്ന് വാക്ക് പറഞ്ഞതിന്റെ പേരില ആ എസ്റ്റേറ്റ് നടാൻ വാനിലെ ഊതും ഞാൻ വാങ്ങിച്ചു അങ്ങനെ അറിയാമോ? എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നീ ആ എസ്റ്റേറ്റിൽ ഊതണ്ട. എടാ, മൂന്നാറിലെ ഹോട്ടലിൽ സർക്കാർ നിനക്ക് തന്നില്ലേ? നിനക്ക് അവിടുത്തെ പണി അറിയാലോ. പ്ലേറ്റ് എഴുതി. എനിക്ക് ആ ഹോട്ടൽ വേണ്ട, നീ എടുത്തോ. പക്ഷെ ആ എസ്റ്റേറ്റിൽ വാനിലെ ഊതും ഞാൻ തട്ടിരിക്കും. നിന്റെ വാനില നീ വാനിൽ നട്ടാ മതി. എടാ. എന്നെ കുറിച്ച് പുളുത്തണ്ട. നടത്തോടാ. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയാലും ശരി എന്റെ പെങ്ങളുടെ കല്യാണം എന്താ ഒരു ബഹളം? ഏയ് മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. സർക്കാരല്ലേ പറഞ്ഞ ആ എസ്റ്റേറ്റ് എനിക്ക് തരാന്ന്. അതെ സർക്കാർ ഇരിക്കുന്ന ഈ എസ്റ്റേറ്റിൽ ഇവൻ എന്നെ കൊണ്ട് വാനിലും നടിപ്പിക്കൂലെന്ന്. എടാ, എസ്റ്റേറ്റ് മാത്രമല്ല, എസ്റ്റേറ്റ്, ഹോട്ടല്, പെട്രോൾ പമ്പ്, സിനിമാ തിയേറ്റർ, ബസ് സർവീസ്, ഇതൊക്കെ നാളെ മുതല് നമ്മൾ ഒന്നിച്ചല്ലോടോ എൻജോയ് ചെയ്യാൻ പോണത്. താഴെ താഴെ താത്തി പിടിക്കടാ. പച്ചമുളക തീരെ ചെറുതാ. സർക്കാര് ഈ തീരെ ചെറുതായി പോയില്ലേ? ചെറുതായി കുമാര, എന്തോ നമ്മൾ ഈ വീട്ടിൽ എത്ര പേര്? നമ്മള് 3 പേര്. പിന്നെ എന്തിനാടാ ഇത്രയധികം ജോലിക്കാര്? ഒരു സർക്കാർ സ്ഥാപനമായ ഓഫീസ് സ്റ്റാഫ്, ടൈപ്പിസ്റ്റ്, സ്റ്റെനോ, PA, സൂപ്രണ്ട്, ജയിലർ, വാർഡർ ഒക്കെ വേണ്ടേ? കോളിംഗ് ബെല്ലടിച്ചാ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ടാ. കുമാര, ആരാ നോക്കി? അയ്യേ, ഇതെന്താ ഇറച്ചി? അല്ലെങ്കിൽ ഇതുപോലെ ആയി പോവില്ല. RDOയുടെ കസ്റ്റഡിയിലുള്ള ബംഗ്ലാവിൽ അതിക്രമിച്ച് കയറാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? നീയൊക്കെ നിയമം കയ്യിലെടുക്കും അല്ലടാ. ഇടിച്ച് നിന്റെ എല്ലായിടത്തും ലജ്ജാവധി പാടിക്കളയും. ആരാ ഇവിടെ? ഓ, സർക്കാരാ? താനെന്നാടോ ഇവിടെ ചാർജ് എടുത്തത്? 2 മാസമായി. അറിയില്ലേ? FIR സുന്ദരേശൻ. ഇത് കള്ളൻകുമാരൻ, ഇത് പൂട്ടുറുമീസ്. ഏത് പൂട്ടും നടക്കുന്ന ഉറുമീസേ? നൈസ് ടു മീറ്റ് യു. എവിടെയുണ്ടോ ലൈഫ് ബോയ് അവിടെയുണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞ് നീ ടിവിയിൽ ഒരു പരസ്യം കണ്ടിട്ടില്ലേ? അത് ഈ സുന്ദരേശനെ കടന്ന് ഉണ്ടാക്കിയതല്ലേ? എവിടെയുണ്ടോ പീഡനം അവിടെയുണ്ടോ സുന്ദരേശൻ. അതായത് ഏതെങ്കിലും ഒരു VIP പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ പീഡിപ്പിക്കണം തോന്നിയാൽ സുന്ദരേശൻ ആദ്യം അവിടത്തേക്ക് സ്ഥലം മാറ്റും. പീഡനം നടന്നതായിട്ട് ആരെങ്കിലും ആരോപണം ഉയർത്തിയാൽ പീഡനം ആരോഗ്യ ചികിത്സയും, പെണ്ണിന്റെ പ്രായം 20-ന് മുകളിലാകും അല്ലെങ്കിൽ ആക്കും ഈ സുന്ദരേശൻ. അതല്ലേ FIR സുന്ദരേശൻ. നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. ഒന്ന് പോ. സർക്കാരെ, ഒരു മിനിറ്റ്. പീഡിപ്പിക്കാനാണ്. സർക്കാരെ, എന്റെ തൊപ്പി തെറിപ്പി. തന്റെ തൊപ്പിക്കകത്ത് എന്തോ ബോംബുണ്ടോ? തൊപ്പിക്കകത്ത് മാത്രമല്ല, തലയിൽ മുഴുവൻ ബോംബാ. താൻ കാര്യം പറ. സർക്കാർ ജയിലിൽ കിടന്നപ്പോ ഒരു റിസീവർ അല്ലേ വീട് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത്? അതെ. ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലാ. അവരോട് ചോദിച്ചിട്ടാണോ അകത്ത് കയറിയത്? എന്റെ വീട്ടിൽ കയറാൻ എനിക്ക് വേറെ ആരെങ്കിലും അനുവാദം ചോദിക്കണോ? അയ്യോ, എന്റെ പൊന്ന് സർക്കാർ, എന്നെ വിഷമത്തിലാക്കരുത്. അതിപ്പോ RDOയുടെ ക്യാമ്പ് ഓഫീസാ. എന്റെ വീട്ടില് ഞാൻ അറിയാതെ ഒരു ആപ്പീസോ? ഏത് മറ്റവളാണ് അതിനുള്ള ധൈര്യം? മറ്റവനല്ല, മറ്റവളാ. മറ്റവളോ? ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ? വേണ്ട. അല്ല വേണ്ട, ഞാൻ അവിടെ ചെന്ന് സർക്കാരിനെ അങ്ങോട്ട് വിളിക്കാം. ഓടവിടുന്നു. കിട്ടിയാ എന്താ എന്ത് പറ്റി? ഓഫീസിനകത്ത് പാമ്പ്. പാമ്പോ? മേഡം തുറക്കരുത്. ഓഫീസിനകത്ത് പാമ്പാ. അന്ന് നീ കുളിമുറിയിലെ RDOനെ അങ്ങനെയല്ലേ കണ്ടത്? സാരി ഉടുപ്പിച്ച RDOനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ട? അത് ശരി. അപ്പൊ ഇയാൾ ഇത് കരുതിക്കൂട്ടി ചെയ്യണതാണല്ലേ? മാഡത്തിന് പാമ്പിനെ പേടിയില്ലെന്ന് കരുതി ഇവർക്കൊന്നും അങ്ങനെയല്ലല്ലോ. മാറിനിക്കൂ മാഡം. ഒരു പാമ്പായിരുന്നെങ്കിൽ ഞാൻ മാത്രം മതിയായിരുന്നു. ഇതിപ്പോ വീട് മൊത്തം പാമ്പുകളല്ലേ? ചാമി, ഇത് എന്നെ പാമ്പ് ചാമി. വെള്ളിക്കട്ടൻ. ഇല്ലേ ചാമി? ചങ്കി പറയും. ഇല്ലേ ചാമി? ഏനൈത്തണ്ടൻ. ഇല്ലേ ചാമി? 8 അടി വീരൻ. ഇല്ലേ ചാമി? 12 അടി വീരൻ. അതെന്നാ ചാമി? 8 അടിയുടെ അപ്പൻ. ഇത് RDO ഓഫീസോ അതോ സ്നേക് പാർക്കോ? കംപ്ലീറ്റ് പാമ്പുകളെ പിടിച്ചിട്ട് മാഡം അകത്ത് കയറിയാ മതി. സമയം മോശമാണെങ്കിൽ നിർകൂലി അടിച്ചാലും മതി എന്നല്ലേ? പാമ്പിനറിയില്ലല്ലോ IAS കാര്യാന്നുള്ള കാര്യം. ഷംസു സർക്കാർ മോനിനി കുറച്ചേരം റെസ്റ്റ് ചെയ്യേ. ഞങ്ങൾ പോയി ബാക്കി പാമ്പുകളെ കൂടെ പിടിക്കട്ടെ കേട്ടാ. മേലേതാ പോലീസിനെ വിളിച്ചേ. ഫോൺ ഓഫീസിനകത്താണ് മാഡം. പാമ്പ്. കേറി പോടോ. യെസ് മാഡം. എവിടെയാണ് മാഡം? അകത്തുണ്ട്. സാറകത്ത് പാമ്പോട്ട് ഉണ്ടെങ്കിൽ come on. വലിഞ്ഞോ? Halt!
ഒരു മൂർഖം പാമ്പല്ലേ, ഞാൻ ഒറ്റയ്ക്ക് അവസാനത്തെ പാമ്പിനെ പിടിച്ചു സാർ. അവസാനത്തെ പാമ്പാണ് നിങ്ങൾ മനസ്സിലായി. സാർ വേണേ ചോദിച്ചു നോക്കിക്കോളൂ. താനാരുടെ പാമ്പാട്ടിയോ? പാമ്പിനെ പിടിക്കാനുള്ള അധികാരം തനിക്ക് ആര് തന്നു? അതിനുള്ള നിയമമുണ്ട്, പോലീസുണ്ട്. കേരള പോലീസിന് പാമ്പ് എടുത്തോണ്ടൊന്നും ഇപ്പഴാ സാർ അറിഞ്ഞു. Shut up! ഏയ് സാർ, ഇത് എന്റെ വീട്, എന്റെ പറമ്പ്. ഒരു പാമ്പിനെ പിടിക്കാനുള്ള അധികാരം എനിക്കില്ലേ? എടോ, ഇത് റിസീവർ ഭരണം നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു കരിയർ പിടിക്കുന്നത് അറിയില്ലേ? എടോ, ഇതിനകത്ത് ഒരു ഞാഞ്ഞുള് പോയാലും മാഡം സമാധാനം പറയണം. ഇത് ഞാനുള്ളല്ലോ മൂർഖ പാമ്പല്ലേ. മേലാൽ RDOയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പാമ്പിനെ താൻ പിടിച്ചാൽ ഏയ്, ഒരു നല്ല കാര്യം ചെയ്യാന്ന് പറഞ്ഞാലും സാറ് സമ്മതിക്കില്ലല്ലോ. ശരി, പാമ്പിനെ പിടിക്കാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. RDO ആയി RDOയുടെ പാമ്പായി. ഇതിനെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കട്ടെ. അയ്യ കൊത്തല്ലേ മോനെ. ഷംസു, എല്ലാ പാമ്പിനെ പെരക്കാത്തേക്ക് തുറന്നുവിട്. സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടുത്ത സ്ഥലത്ത് തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. എവിടെ? മാഡത്തിന്റെ മേശപ്പുറത്ത്. Shut up. എന്താ അവിടുന്ന് മാറ്റണോ? എന്നാ അലമാരിൽ വെക്കാൻ പറയാം. ഡോ, അതിനെ അവിടുന്ന് മാറ്റി അവിടെ ഉള്ളവരെല്ലാം പുറത്തിറക്കില്ലെങ്കിൽ തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. യെസ് മാഡം. ഹോ, സർക്കാരെ ഏ അതിനൊന്ന് മാറ്റിത്തരൂ. ഏതിനെ? ഇപ്പൊ അകത്തുണ്ടോ ചെറിയ സാധനം? അതിനെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പകുത്തുകൊണ്ട് വെച്ചത്? ആളുകൾ പുറത്ത് നിൽക്കുക, ഡ്യൂട്ടിക്ക് കയറണം. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ എന്താ നിങ്ങളുടെ ബാലിക്കാരനെന്ന് വിചാരിച്ചോ? കുറച്ചു മുമ്പ് നിങ്ങളെ എന്താ വിളിച്ചത്? പാമ്പാട്ടി. അയ്യോ, അത് പാമ്പാട്ടിന്നല്ല, പാമ്പിന്റെ ഓണർന്നാ ഉദ്ദേശിച്ചത്. തൊപ്പി പോണ കാര്യമാണ്. ഈ തൊപ്പി പോയാ പോട്ടെ, പുതിയ ഞാൻ മേടിച്ചു തരാം. കൂടി പോയൊരു 15 രൂപ വരും. എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കരിയില പറക്കാനുള്ള അനുവാദം പോലും എനിക്കില്ലെന്ന് കുറച്ചു മുമ്പ് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? ഒരു ഞാഞ്ഞുള്ള പിടിക്കണമെങ്കിൽ RDOയുടെ പെർമിഷൻ വേണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് എനിക്കൊരു മരം മുറിക്കാൻ വയ്യ, ഒന്ന് പാട്ട് പാടാൻ വയ്യ, മനസ്സമാനായിട്ട് ഒന്ന് സ്മോൾ അടിക്കാൻ വയ്യ. ഇതേ റിസീവർ ഭരിക്കുന്ന വീടല്ലേ, അവർക്കല്ലേ ഇവിടെ പരമാധികാരം. RDO വന്ന് പറയട്ടെ, അപ്പൊ പാമ്പിനെ പിടിച്ചു തരാം. അല്ല, പാമ്പ് വാടാ പോലീസ്. ഓ സോറി മാഡം, നേരിട്ട് പറഞ്ഞ അയാൾ എടുത്തുകൊണ്ട് പോവും. ആളുകളൊക്കെ ഡ്യൂട്ടി കയറാതെ നിൽക്കല്ലേ. എന്നെ എന്തിനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഒരു കാര്യമില്ലായിരുന്നു. ആ മിസ്റ്റർ മുകുന്ദൻ, യെസ്. ആ പാമ്പ് വേണ്ട. മാഡം പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. മിസ്റ്റർ മുകുന്ദൻ, ആ പാമ്പിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു തരുമോ? എന്നല്ലേ? പെണ്ണിന്റെ മനസ്സല്ലേ. IG ആയാലെന്ത്, കളക്ടർ ആയാലെന്ത്, പോയാൽ എവിടം വരെ പോകുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? മര്യാദക്ക് ഞാൻ അതിനെ പിടിച്ചോണ്ടിരുന്നല്ലേ. അപ്പൊ പോലീസായി, പട്ടാളമായി, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? മാഡം എന്റെ വീട്ടിലൊരു അതിഥിയായിട്ട് വന്നിട്ടുള്ള ആളല്ലേ. അപ്പൊ മാഡത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട എന്റെ ഒരു കടമയും കൂടിയല്ലേ. ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ നോട്ടം കണ്ടാ തോന്നുന്നു ഞാനിതെന്തോ പാമ്പുകാരനായിട്ട് നേരത്തെ പറഞ്ഞുറപ്പിച്ച് പാമ്പൊന്നിന് 500 രൂപ വന്നേക്കാന്ന് പറഞ്ഞ് 2000 രൂപ കൊടുത്ത് 4 പാമ്പിനെ പിടിച്ച് അകത്തേക്കിട്ടാന്ന്. നിങ്ങൾക്കറിയാമോ, ഈ പറമ്പിലേ പണ്ട് പാമ്പും ഭദ്രാളിയൊക്കെ ഉണ്ടായിരുന്നതാ. പാമ്പ് ഇത്തിരി ലേറ്റായിട്ട് വന്നു മാത്രം. ഭദ്രാളി ഒരു കാര്യം ചെയ്യ, സോറി, RDO ഒരു കാര്യം ചെയ്യിച്ചല്ലേ. ഞാനൊന്ന് നോക്കട്ടെ, പ്ലീസ്. ഞാനെന്താ ഇതിനെ പിടിക്കാതിരുന്നറിയോ? പിന്നെ ഈ RDOന് ഇത് തന്നെ പണിയാവും. ഇവിടെയാണെങ്കിൽ പാമ്പ് ഒരുപാടുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച സാറിന് പാമ്പിന് പേടിയാണെന്ന്. എന്തേ പാമ്പിനെ പേടിയാണെന്ന്? എനിക്ക് പേടിയാണെന്നാ? അയ്യടാ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കോട്ടേഴ്സിൽ ചെന്നപ്പോ ഒരു വെള്ളിക്കെട്ടൻ അവിടെ നിന്ന് ഡാൻസ് ചെയ്യണ്. ഞാൻ ഈ വടിയങ്കടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ചൂണ്ടാണി വിരലുകൊണ്ട് അവനെ പൊക്കിയെടുത്ത് ലജ്ജാവതെ പാടിയവനാണ് ഞാൻ. പിന്നെ അല്ലേ മൂർക്കാൻ വണ്ടി കയറണ. ഹലോ, കലക്കി. അതൊക്കെ RDOയുടെ കൈ കൊണ്ട് ഐശ്വര്യമായിട്ട് കൊടുത്താൽ മതി. എന്താടാ? ഞങ്ങള് പോവാണ്. പരോള് കഴിഞ്ഞത് അറിഞ്ഞില്ല. ഒരു ഉത്സവമായിരുന്നില്ലേ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറക്കൂടാ. ഇനി ഞങ്ങൾ ഇറങ്ങിയാൽ എന്താ, ഇറങ്ങിയില്ലെങ്കിൽ എന്താ, കൂട്ടിനൊരാളായില്ലേ. എല്ലാം സ്വന്തമായിട്ട് കിട്ടിയില്ലേ? ഇനി എന്തിനാ സർക്കാർ? ശ്രീമംഗലത്തെ മുകുന്ദ മേനോൻ, അത് മതി. മുകുന്ദൻ മേനോനോട് ഒരു അപേക്ഷയുണ്ട്. നീ പറ. എനിക്കും പേടിയായതുകൊണ്ട് ഞാൻ പറയാത്ത. ഇനി ഇപ്പൊ പേടിയാണെങ്കിൽ മുകുന്ദൻ മേനോ മീശ താത്ത. ഇനി പറ. വണ്ടി ഓട്ടാ കണ്ട ജയിലേക്ക്.